അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇടയ്ക്ക് കുറച്ച് കളകൾ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളത് പറിച്ച് എന്താണെന്ന് അറിയാമോ, നമ്മുടെ അവിടെ മുയലില്ലേ, അപ്പോൾ അവക്കിട്ട് കൊടുക്കും. അത് മാത്രമല്ല, ഇതുപോലെ ഇടയ്ക്കത്തെ കളകൾ നിന്നുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ചെടിയുടെ വളം വലിച്ചടിക്കും. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഉള്ളിയാണേ, ഇപ്പോൾ ഉള്ളിയുടെ ഇടയ്ക്ക് നമ്മൾ ഈ ഇടയ്ക്ക് കള ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഈ കീടങ്ങളുടെ ശല്യം കുറഞ്ഞു കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഈ ചെടിക്ക് ഒഴിക്കുന്ന വളം കൊണ്ടല്ലേ കളകൾ പിടിച്ചെടുക്കും. അപ്പോൾ ഇതിൽ കുപ്പച്ചീര വേണമെന്നുണ്ടെങ്കിൽ തോരൻ വെക്കാം. അപ്പോൾ നമ്മളിതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ സമയം കിട്ടുന്ന മുറയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കണം കേട്ടോ. അപ്പം ഞാനിതങ്ങ് ഇവിടെ മുയലിനുള്ളതുകൊണ്ട് പറിച്ച് മുയലിന് ഇട്ട് കൊടുക്കും. ഇത് നമ്മുടെ പാലൊക്കെ ചീര, അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് നോക്ക്. മഷിത്തണ്ടുണ്ട്, നമ്മുടെ കുപ്പച്ചീരയുണ്ട്, മണിത്തക്കാളിയുണ്ട്. മണിത്തക്കാളിയൊക്കെ ഇവിടെ ശരിക്കും ഉണ്ട്, അതുകൊണ്ട് പിന്നെ എല്ലാം കൂടെ വേണ്ടല്ലോ. നമ്മളതിൻ്റെ ഇടയ്ക്കുന്ന ഈ പോച്ചങ്ങ് പറിച്ച് കളയുമ്പോൾ ഈ ചെടി ഉണ്ടല്ലോ നല്ല കരുത്തിൽ വരും. നമുക്ക് ഈ ഇല ഇങ്ങനെ കട്ട് ചെയ്ത് തോരനാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം നിൽപ്പുണ്ട്, കീഴാന്നറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അങ്ങ് ആഴ്ച അല്ലെന്നുണ്ടെങ്കിൽ സമയം കിട്ടുന്ന മുറയ്ക്ക് ഇതെല്ലാം അങ്ങ് വൃത്തിയാക്കണം. ഇതിലും നിറഞ്ഞു നിൽക്കുക. ചെടി പോകാൻ നോക്കണേ, കള തന്നെ പറിച്ചെടുക്കണേ. ചിലപ്പോൾ മാറി ചെടിയും കൂടെ പിഴുതെടുക്കും. ഇനി നമുക്ക് ഇത് നോക്കിയാൽ മതി. ഇത് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ ചെടി ഉണ്ടല്ലോ, ഇത് മാത്രം നല്ല രീതിയിൽ ഈ പാലൊക്കെ ചീര വളർന്ന് കിട്ടും. ഇത് ബീട്രൂട്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കും. നോക്കിയേ, ബീട്രൂട്ട് ഇത് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ വന്നത്, ബാക്കിയെല്ലാം പോയി കേട്ടോ. ഇത് നമ്മുടെ കൊച്ചുള്ളിയാണ്. അതിനൊന്നും വലിയ കളയൊന്നുമില്ല, അതൊരു മണിത്തക്കാളി മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇന്നാളെ പിഴുത് കളഞ്ഞായിരുന്നു. ഉണ്ട്, അതിലൊന്നും വലിയ കളയും കാര്യങ്ങളൊന്നുമില്ല. ക്യാബേജും വലിയ കളയൊന്നുമില്ല. ക്യാബേജ് അല്ല, കോളിഫ്ലവർ, അതിലൊരു ചീര നിൽക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറ്റിപ്പയറി കുറച്ച് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ നേരത്തെ ചീര വിളവെടുത്തില്ലേ, അതാ. നമ്മുടെ കൊത്തമര, അതിനകത്തും കള കുറച്ച് നിൽപ്പുണ്ട്. എല്ലാത്തിലും കുറച്ച് ഉണ്ട് കള. ഉണ്ടാ വെണ്ടയ്ക്കകത്ത് രോഗങ്ങളൊക്കെ വന്നു തുടങ്ങി. ഈ കളകളൊക്കെ നിൽക്കുന്നതാണ് പ്രശ്നം. പെട്ടെന്ന് ഈ രോഗങ്ങൾ പിടിപെടും. അതൊക്കെ ഒന്നും പ്രശ്നമല്ല. വെണ്ടയൊക്കെ അവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. ഇന്നലെ 2-3 വെണ്ട കിട്ടിയല്ലേ, ഇന്ന് ഒരെണ്ണം കൂടെ വിളഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നാളെ നമുക്കൊരു വിഴുക്ക് വരട്ടിക്കുണ്ട്. ഇന്നലത്തിന് 3, ഇതും കൂടെ ആകുമ്പോൾ 4 എണ്ണം ഇല്ലേ. ഒരു വിഴുക്ക് വരട്ടിക്ക് അത് തന്നെ ധാരാളം. ഇത് ആവശ്യയുടെ കൂട്ടുകാരി. ഇത് തക്കാളി നോക്ക്, തക്കാളിയൊക്കെ കണ്ട നമ്മുടെ കരിയില ചെയ്ത തക്കാളിയൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ പേരയ്ക്കകത്തേ കുറേ നിപ്പുണ്ട്. ഇന്നാൾ ഞാൻ കുറേ പറിച്ച് കളഞ്ഞതാ. ഇപ്പോൾ അതാ കുറേ പപ്പായൊക്കെ നിപ്പുണ്ട്. അതൊന്നും വേണ്ട, അതൊക്കെ ഞാനങ്ങ് പിഴുത് കളയാനല്ല, പിഴുത് ഒരാൾക്ക് കൊടുക്കാൻ പോയി. ആർക്കാന്ന് കാണിച്ചു തരട്ടെ. ഇതിൽ നമ്മുടെ റംബൂട്ടാൻ കണ്ട, അപ്പോൾ ഇതിലും കുറച്ച് കള നിപ്പുണ്ട്. അപ്പോൾ അവനെയും കൂടെ അത് ഇച്ചിരി അത്യാവശ്യം വലിയ പോച്ച. ഇത് ഇത്രയും പിച്ചപ്പോൾ ഇത്രയും പോച്ച നമ്മൾ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഇത്രയും കിട്ടി. ഇത് ആർക്ക് കൊടുക്കണമെന്ന് പറയാം, നമ്മുടെ മുയലില്ലേ, അവക്കിട്ട് കൊടുക്കാം. അവൾ നിൽക്കുന്നുണ്ട്. കുഞ്ഞ വന്നേ, കുഞ്ഞെന്നുണ്ടാ. എന്നെ കണ്ടപ്പോഴേ ഓടി വന്നു. ബാ, ഇതെല്ലാം എൻ്റെ മുയലൂട്ടൻ ഇന്നത്തേക്കുള്ള വകയായി. കഴിയൂക്കളെ കഴിയടി സുഞ്ഞരി പെണ്ണേ. അവൾക്ക് ഇന്നത്തേക്കുള്ള വകയായി. അവൾ വിശന്നിരുന്ന് ചെയ്ത്. കള പറിക്കുന്നൊന്നും കളയണ്ട, കഴിക്കാനും കൂടെ ആളുണ്ട്. കരിയോടെ ഉപ്പുണ്ട്. അപ്പോൾ അവൾക്ക് ഒരു മീനെ വേണമെന്ന്. അപ്പോൾ നമ്മുടെ ഫൈറ്റർ ഫിഷ് ഉണ്ടല്ലേ, അപ്പോൾ അതിൽ ഒരു ഫീമെയിലിനെ കൊടുക്കാം. മെയിലിനെ ഇനി വരുമ്പം കൊടുക്കാം. നമുക്ക് മെയിലിനൊക്കെ ഇട്ടൊരാവശ്യമുണ്ട്. ഇപ്പോൾ വാവച്ചിട്ട് കൂട്ടുകാർ വന്നപ്പോൾ മോക്കൊരു മീനെ വേണമെന്ന് പറഞ്ഞ് ഇനി ഗപ്പിയൊക്കെ ഇനി തരാം കേട്ടോ വരുമ്പോൾ.
ഇപ്പോൾ ഇതാ ഒരു ഫൈറ്ററിനെ കൊടുത്ത്, ഫൈറ്റർ റെഡ്. എന്നാ പിടിച്ചോ, നമുക്ക് റബ്ബർ ബാൻഡ് ഇടാം. പോവാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. ക്ലീനിങ്ങും കാര്യങ്ങളും വൈകിട്ടത്തെ ചെടിയുടെ ചെറിയ ചെറിയ സൂക്ഷ്മ നിരീക്ഷണമൊക്കെ ആയിരുന്നു. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ. ആച്ചി ഇപ്പം ഇവിടെ കൂട്ടുകാരിക്ക് മീൻ വിതരണം ചെയ്യുക. പെട്ടെന്നോട്ട് ആ കുട്ടാ വാ. ഇപ്പം ടാറ്റ ബൈ പറ എല്ലാവരും. ടാറ്റ ബൈ ബൈ. ആ കുട്ടാ ടാറ്റ. ടാറ്റ ബൈ ബൈ.